ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ തൃശൂരിൽ പ്രതിഷേധം ശക്തം. വിവിധ മതസംഘടനകളിൽ ഉള്ളവരെ ഉൾപ്പെടുത്തി തൃശൂരിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ യോഗം ചേർന്നു. പൂരപ്രേമി സംഘവും നാളെ വിഷയത്തിൽ ഉപവാസം സംഘടിപ്പിക്കുകയാണ്. റിപ്പോർട്ട് കാണാം ആദ്യം. ഹൈക്കോടതിയുടെ പുതിയ മാർഗനിർദ്ദേശങ്ങൾ തൃശൂർ ജില്ലയിലെ എല്ലാ ഉത്സവങ്ങളെയും ബാധിക്കുമെന്നാണ് പൂരപ്രേമി സംഘം വ്യക്തമാക്കുന്നത്. ആനകൾ തമ്മിലുള്ള അകലം മാത്രമല്ല, മറ്റു വ്യവസ്ഥകളെല്ലാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉത്സവങ്ങളെ ഇല്ലാതാക്കാൻ കാരണമാകും. ഒരു പരിപാടി നിർത്തലാക്കുന്നു എന്ന് പറയുന്നതിനു പകരം അത് നടത്താൻ പറ്റാത്ത രൂപത്തിൽ കോടതി അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. നാളെ പകൽ മുഴുവൻ പ്രതിഷേധത്തിന്റെ ഭാഗമായി പൂരപ്രേമികൾ ഉപവാസ സമരം തൃശൂരിൽ സംഘടിപ്പിക്കും. വിഷയത്തിൽ വിവിധ മതസംഘടനാ നേതാക്കളെ ഒരേ വേദിയിലെത്തിച്ച പ്രതിഷേധ യോഗവും ഇന്നലെ തൃശൂരിൽ നടന്നു. വിവിധ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരും ചടങ്ങിൽ പങ്കെടുത്തു. ആന എഴുന്നള്ളിപ്പ്, വെടിക്കെട്ട് തുടങ്ങിയവയിലെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമനിർമ്മാണം നടത്തണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. നേരത്തെ മന്ത്രി എ.കെ. ശശീന്ദ്രൻ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പുതിയ ചട്ടങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് അറിയിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 ആനപ്പുറത്ത് നടന്നിരുന്ന ശീവേലി കഴിഞ്ഞ ദിവസം മുതൽ ഒരാനപ്പുറത്താണ് നിയന്ത്രണങ്ങൾ മൂലം നടന്നിരുന്നത്. ഡിസംബർ മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് പ്രധാനപ്പെട്ട ഉത്സവങ്ങളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേണമെന്നാണ് ഉത്സവ കമ്മിറ്റികൾ ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. അങ്ങനെ ഇതിപ്പോൾ ഡിസംബർ മാസമാണ്, ഇനി ഉത്സവങ്ങളുടെ കാലമാണ്. അങ്ങനെ ഉത്സവങ്ങളുടെ കാലത്ത് ഉത്സവങ്ങളൊക്കെ തന്നെ പേരിന് മാത്രമാകുമോ, വഴിപാടായി നടത്തേണ്ടി വരുമോ എന്നൊക്കെ ആശങ്കയാണ് ഇപ്പോൾ ഈ പൂരപ്രേമികളും ദേവസ്വങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കതുകൊണ്ട് തന്നെ വിശദമായി ഈ വിഷയത്തിലൊരു പരിശോധന നടത്താം. ഏഞ്ചൽ നായർ പരാതിക്കാരനായിരുന്നു. ഹൈക്കോടതിയിലടക്കം പരാതിയുമായി ബന്ധപ്പെട്ട് പോയ വ്യക്തിയാണ് നമ്മോടൊപ്പം തത്സമയം ചേരുന്നത്. ഒപ്പം ഗിരീഷ് കുമാർ, തിരുവമ്പാടി ദേവസ്വം ബോർഡിൻ്റെ സെക്രട്ടറി കൂടി നമ്മോടൊപ്പം ചേരും. ശ്രീ ഏഞ്ചൽ നായർ, നമ്മളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ നാട്ടിലെ ഇപ്പോൾ ഉത്സവ സീസൺ ആകുമ്പോൾ അവർക്ക് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആശങ്കയാണ് നമ്മൾ റിപ്പോർട്ടിലൂടെ കേട്ടത്. ഏതെങ്കിലും തരത്തിലൊരു ഉപാധികളൂടെ ചെയ്തു കഴിഞ്ഞാൽ ഈ പഴയതുപോലൊക്കെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടൊക്കെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ല എങ്കിൽ ഇതൊക്കെ പഴയ നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഉത്സവങ്ങളൊക്കെ തന്നെ ഓർമ്മയിലാകുമെന്നാണ് അവർ പറയുന്നത്. താങ്കൾ എന്തൊക്കെ ആശങ്കകൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത്? ഇക്കാര്യത്തിൽ പൂരപ്രേമികൾ പറയുന്നത് പോലെയുള്ള ഇളവുകൾക്ക് സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ കോടതി ഇട്ടിരിക്കുന്നത് നമ്മുടെ ആവശ്യമല്ല. നമ്മുടെ ആവശ്യം ആനകളെ പൂർണ്ണമായിട്ട് നിരോധിക്കുക എന്നുള്ളൊരു ആവശ്യമായിട്ടാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. അത് ഏപ്രിൽ നമ്മൾ പെറ്റീഷൻ വച്ചിരിക്കുന്നത് ഒരു ബില്ലായിട്ടാണ് വച്ചിരിക്കുന്നത്. ഏത് നിയമത്തിന്റെ, ഏത് വ്യവസ്ഥയുടെ പുറത്താണ് നിങ്ങൾ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നത്, അല്ലെങ്കിൽ ആനകളെ എങ്ങനെയാണ് നിങ്ങൾ ജോലി ചെയ്യിപ്പിക്കുന്നത്? അങ്ങനെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിയമം ഇന്ത്യ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഇല്ല, നിലവിലില്ല. അതാണ് നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതേവരെ സെൻട്രൽ ഗവൺമെന്റിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. അത് ഈ കോടതി തന്നെ നിൽക്കുന്നുണ്ട്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ 3 മീറ്ററും 25 മീറ്ററും 10 മീറ്ററിന്റെ ഒക്കെ അളവുകൾ വരുന്നത്. ഇത് പൂർണ്ണമായിട്ട് നിരോധിക്കാനായിട്ടുള്ള വകുപ്പുകൾ തന്നെ. അതായത് ഈ ആനകളെ ജോലി ചെയ്യിപ്പിക്കാൻ, അതായത് ചില ജീവികളെ നിങ്ങൾക്ക് ജോലി ചെയ്യിപ്പിക്കാം. പശു, കുതിര, ഒട്ടകം, കന്നുകാലികൾ, അതിനെ ഡോട്ട് അനിമലായിട്ട് ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആന വന്യജീവിയാണ്. ഒരു വന്യജീവിനെയും ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അതാണ് നമ്മൾ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. 1 വർഷം 2 വർഷത്തിനുള്ളിൽ ഈ മുഴുവൻ ആനകളെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. 77-ലാണ് ഈ ആനകളെ പിടിക്കുന്നതും മെരുക്കുന്നതും ഇങ്ങനെ പരേഡിങ്ങും ഒക്കെ നിരോധിച്ചിരിക്കുന്നത്. 77 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഷെഡ്യൂൾഡ് 2-ൽ നിന്ന് 1-ലേക്ക് ഈ ആനകൾ, ഏഷ്യൻ എലിഫൻസ് കയറുന്നത്. അതോടുകൂടിയിട്ടാണ് ഈ വിലക്കുകളൊക്കെ വരുന്നത്. അതിനുശേഷമാണ് ഈ കേരളത്തിലുള്ള 54% ആനകൾ 77-ന് ശേഷം പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനെ മുഴുവൻ കാട്ടിലേക്ക് വിടണം എന്നുള്ള ആവശ്യമായിട്ടാണ് നമ്മൾ കോടതിയിലെത്തിയിരിക്കുന്നത്. അത് പെൻഡിംഗ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ ഉത്സവങ്ങളുടെ കാലത്ത് ഈ ദേവസ്വങ്ങൾ, വിവിധ ദേവസ്വങ്ങളുണ്ട്. ഓരോ ജില്ലകളിലും ചെറുതും വലുതുമായിട്ടുള്ള ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ആന ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരപരമായിട്ടുള്ള ഒരു പ്രക്രിയയെ ആനയും അവിടെ മാറുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായും ആശങ്കപ്പെടാം, ഒരുപാട് ആശങ്കകൾ ഉണ്ടാകാം ആചാരപരമായിട്ടൊക്കെ. അപ്പോൾ അതിൽ സർക്കാരിന് എന്തെങ്കിലും റോളുണ്ടോ? കാരണം ഇവിടെ യോഗം ചേർന്ന ആളുകളൊക്കെ തന്നെ സർക്കാരിൻ്റെ സഹായമാണ് ഇനി തേടുന്നത്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ഒരു സൊല്യൂഷൻസ്, കാരണം അവരെ വട്ടം ചുറ്റിക്കാതെ ഒരു സൊല്യൂഷൻസ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? കാരണം പരാതിക്കാരൻ നിങ്ങൾ ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്.
ഇപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു റൂള് കൊണ്ടുവരൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കാൻ ഇപ്പൊ നിലവിലുള്ള ഈ ക്യാപ്റ്റീവ് എലിഫൻസ് മാനേജ്മെന്റ് റൂൾസ് അങ്ങനെ അത് ഉണ്ടാക്കാൻ പോലും പ്രൊവിഷൻ ഇല്ല. ഈ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ അണ്ടറിൽ ഇങ്ങനെ ഒരു റൂൾ ഉണ്ടാക്കാൻ പോലും പ്രൊവിഷൻ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർ പുതിയ റൂളും കൊണ്ട് വരാൻ പോകുന്നത്? ഈ ആന എഴുന്നള്ളിക്കാനുള്ള വകുപ്പില്ല, അതിനെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല, ആനകളെ കൊണ്ട് തടിയൊലിപ്പിക്കാൻ പാടില്ല. ഈ റൂൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ചലഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ഏത് വകുപ്പിലാണ് നിങ്ങൾ ഈ റൂൾ ഉണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഈ ആന ജനിച്ചിരിക്കുന്നത് പൂരത്തിന് 5-6 പേരെ മോടി കയറ്റി ഇരുത്താനും നിങ്ങളുടെ കണ്ണിന് സുഖം ഉണ്ടാക്കാനുള്ള ഒരു ജീവിയൊന്നും അല്ല. അങ്ങനെ ഒരു ജീവിയും ഇവിടെ ജനിച്ചിട്ടില്ല. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് കുളിർമയാകാനും നിങ്ങളെ സന്തോഷിപ്പിക്കാനും നിങ്ങൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. വന്യജീവികൾ ഒരെണ്ണം പോലും നിങ്ങൾക്കുള്ളതല്ല. വല്ല പട്ടീനെയോ പൂച്ചേനെയോ ഒക്കെ വീട്ടിൽ വളർത്തി അതിനെ താലോലിച്ച് സന്തോഷിക്കുക, അത് തന്നെ. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സാധ്യമായ, കാരണം ജനപ്രതിനിധികളെ സംബന്ധിച്ചോളം അവർക്ക് ചർച്ച, കാരണം എല്ലാവരും അവരൊക്കെ പറയുന്നത് പോലെ നമ്മൾ ഈ നിഷ്ഠ, ഈ ഹൈക്കോടതി മുന്നോട്ട് വയ്ക്കുന്ന ഈ മാർഗദണ്ഡങ്ങൾ ഒരു പരിധിവരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതാ 2-3 ആനകളെയൊക്കെ നടത്തേണ്ട ഉത്സവങ്ങൾക്കും ശിവേലിയുമൊക്കെ അത് ഒന്നായി ചുരുക്കുകയാണ്. നമ്മുടെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിലാണെങ്കിലും തുടക്കത്തിൽ ഒരു പക്ഷേ അവർ ഈ മാനദണ്ഡങ്ങൾ സഹകരിക്കുക ആ രീതിയിലേക്ക് പോയെങ്കിലും കാര്യങ്ങൾ പിന്നീട് അവിടെ എത്തിയില്ല എന്നതും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു വ്യക്തത വേണം. ഇങ്ങനെ അവർക്കും ഒരു എന്താ പറയുക ആശ കൊടുക്കുന്ന രീതിയിൽ അവർ ഉത്സവങ്ങളൊക്കെ പഴയ രീതിയിൽ നടക്കുമല്ലോ എന്ന് കരുതി മുന്നോട്ട് പോകുന്നു. നിയമ നടപടികളുമായി അവർ ആ തരത്തിൽ അവർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇതിലൊരു വ്യക്തത വരുത്തേണ്ടത് സ്റ്റേറ്റിന് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടോ? സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യത്തിൽ സ്റ്റേറ്റിന് അങ്ങനെ എന്തെങ്കിലും ഉത്തരവാദിത്വം അല്ല ഞാൻ പറയാം. സ്റ്റേറ്റിന്റെ എന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ തൃശ്ശൂർ ജില്ലയിലുള്ള ജനപ്രതിനിധി കൂടിയായ റവന്യൂ മന്ത്രി പറയുന്നുണ്ട് ഇതിൽ വേണ്ടുന്ന രീതിയിലെല്ലാം മുന്നോട്ട് പോകും, സർക്കാരിന് സാധ്യമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും എന്നൊരു ഉറപ്പായിട്ടാണ് അവിടെ നൽകുന്നത് അവർക്ക്. ഒരു ഉറപ്പുമില്ല. ഈ ആന എന്ന് പറയുന്ന ജീവി കേരളത്തിലെ ഉത്സവങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകാനായിട്ട് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അത് നമ്മൾ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. കോടതിയിൽ നമ്മുടെ ബില്ല് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിന് ചില തടസ്സങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഓവർകം ചെയ്യാൻ തന്നെയായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആനയെ എഴുന്നള്ളിപ്പിക്കാൻ വകുപ്പില്ല. ഇന്ത്യ ഗവൺമെന്റിന്റെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 72 പ്രകാരം ആനയെ എഴുന്നള്ളിപ്പിക്കാൻ പാടില്ല. ഈ ഒരു വന്യജീവിനെ എഴുന്നള്ളിപ്പിക്കാൻ പാടില്ല. വേണമെങ്കിൽ വല്ല കാളയോ പശുവിനെയോ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുന്നള്ളിക്കാം, കുഴപ്പമൊന്നുമില്ല. കൊട്ടകത്തെ എഴുന്നള്ളിക്കാം, കുതിരയെ എഴുന്നള്ളിപ്പിക്കാം. അതിനൊന്നും യാതൊരു വിലക്കുകളും ഇല്ല. നിങ്ങൾക്ക് അങ്ങനെയുള്ള വേറെ പുതിയ ഓപ്ഷനുകളിലേക്ക് നീങ്ങേണ്ടി വരും. ആനകൾ അപ്പോൾ നമുക്കൊപ്പം ഗിരീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്, തിരുവമ്പാടി ദേവസ്വം ബോർഡ് സെക്രട്ടറി. ശ്രീ ഗിരീഷ് കുമാർ, ഇപ്പോൾ പരാതിക്കാരൻ ഏഞ്ചൽ നായരാണ് പറഞ്ഞത് പരാതി നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ നോക്കേണ്ടി വരും, വേറെ ഏതെങ്കിലും മൃഗങ്ങളെ നോക്കൂ. ആനയെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാൻ നിയമം അനുശാസിക്കുന്നില്ല. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതിന് വിരുദ്ധമാണ്. അതാണ് ഹൈക്കോടതിയും ഓർമ്മിപ്പിച്ചത്. മറ്റൊരു മാർഗവും ഇല്ല എന്നാണ് പരാതിക്കാരന്റെ നിലപാട്. മറുപടി അത് തെറ്റായ ഒരു പ്രസ്താവനയാണ്. ആ പ്രസ്താവന ഇതൊരു പ്രദർശനം എന്നുള്ളതിനെക്കുറിച്ച് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചിരിക്കുകയാണ്. ആന എഴുന്നള്ളിപ്പ് ഒരിക്കലും പ്രദർശനമല്ല. ആ പ്രദർശനം എന്നൊരു ഹെഡിൽ നിർത്തിക്കൊണ്ടാണ് ഇവർ ഇതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്. ആ തെറ്റായ വ്യാഖ്യാനം, ആന എഴുന്നള്ളിപ്പ് ഒരു പ്രദർശനമല്ല, അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്. ആ ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് ഇവിടെ ആന എഴുന്നള്ളിപ്പുകൾ നടത്തുന്നത്. ഇത് ക്ഷേത്രങ്ങളിലും പള്ളികളിലും അതേപോലെ തന്നെ നേർച്ചകൾക്കുമാണ് ഈ ആന എഴുന്നള്ളിപ്പുകൾ ഇവിടെ ഇരിക്കുന്നത്. വേറൊരു പ്രദർശനം കേരളത്തിലില്ല. മറ്റുള്ള സ്ഥലങ്ങളിലാണ് ഈ പ്രദർശനം. ഈ പ്രദർശനം എന്നുള്ളതിനെക്കുറിച്ച് തെറ്റായി വ്യാഖ്യാനിക്കുന്നത് കൊണ്ടാണ് എഴുന്നള്ളിപ്പും പ്രദർശനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഒരാനയും ഇവിടെ പ്രദർശന വസ്തുവായിട്ട് നിർത്തുന്നില്ല. എഴുന്നള്ളിപ്പ് ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് എഴുന്നള്ളിപ്പ്. പിന്നെ ആനേനെ പീഡിപ്പിക്കുന്നു പറയുന്നു. എഴുന്നള്ളിപ്പിൽ ആനേനെ പീഡിപ്പിക്കുന്നില്ല. എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ ആനേനെ പീഡിപ്പിക്കുന്ന ഒരു സംഭവം ഇല്ല. അതിൽ വളരെ ആനകൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് നാട്ടാന പരിപാലനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു ഇടുത്തി വീട പോലുള്ള തീരുമാനം വരുന്നത്. ഇത്ര നാൾ ഈ പ്രദർശനം എന്നൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല. ഈ പ്രദർശനം എന്നതിനെക്കുറിച്ച് വളരെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കോടതിയിൽ ഈ അമിക്കസൂരിയും അതേപോലത്തെ NGOസും ഇതിന് വേണ്ടിയിട്ട് മറ്റ് തെറ്റായ കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നത്. അതൊന്ന് വീണ്ടും പഠിക്കണം. ആ പഠിച്ചതിന് ശേഷം മാത്രമാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിലൊരു ഉത്തരവ് ഇറക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
പക്ഷേ ശ്രീ ഗിരീഷ്, നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ നോക്കൂ, അത് ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ഓരോ ക്ലോസ് വെച്ചായാലും 72 ആക്ട് ആയാലും 2000 ഭേദഗതി, പിന്നീടുള്ള കർശനമായിട്ടുള്ള വ്യവസ്ഥകൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഹൈക്കോടതി അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് മുൻനിർത്തിയുമാണ് മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിലവിൽ നിങ്ങൾക്ക് നിയമപരമായി ഒരു രീതിയിൽ പോലും ആന എഴുന്നള്ളത്ത് നടത്താൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നമ്മൾ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ കണ്ടതെന്താണ്? അവരിപ്പോൾ നിയമ നടപടിക്ക് വിധേയമായി ഓരോ കോടതിയിലേക്ക് അവർക്ക് ഓരോ ദിവസങ്ങളിൽ ഇനി കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഈ വെല്ലുവിളികൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അത് നേരിട്ട് പോകുമെന്നാണോ? ഇതിനെയൊക്കെ നേരിടാൻ നിങ്ങൾ തയ്യാറെന്നാണോ? അതല്ല, നിലവിൽ നിങ്ങൾ ഈ പറയുന്നത് പോലെയാണെങ്കിൽ അതിന് സമയക്രമം വേണ്ടിവരും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഉത്സവം തുടങ്ങിയാണ്. ഉത്സവം തുടങ്ങി തീരാൻ ഈ 4-5 മാസങ്ങൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ. അതിനകം വെച്ച് ഒരു തീർപ്പുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഈ കാലയളവിൽ നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്? ഇതിനെ നേരിടാമെന്നാണോ? അതല്ല മറ്റെന്തെങ്കിലും മാർഗങ്ങൾ നിങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടോ? അല്ല, ഇത് നിയമപരമായിട്ട് തന്നെ നമ്മൾ ഇതിനെ നേരിടും. അല്ലാണ്ട് നമ്മളിത് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. ഈ ക്ഷേത്ര ആചാരങ്ങളും നമ്മുടെ പൈതൃകവും ഒരു സുപ്രഭാതത്തിൽ വേണ്ട എന്ന് പറയുന്ന ഒരു വിധിയും ഉണ്ടാവില്ല. എല്ലാ നിയമങ്ങളും നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് വ്യക്തമായ ധാരണയുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ക്ഷേത്രാചാരങ്ങളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുന്നതിൻ്റെ ചുമതല ബഹുമാനപ്പെട്ട കോടതിക്കുമുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സർക്കാരുകൾക്കുമുണ്ട്. സർക്കാരുകൾ അതിൽ ഇടപെടും, വേണ്ടതായ നിയമ നടപടികൾ അവരുണ്ടാക്കും. അത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ അസംബ്ലിയും നമ്മുടെ പാർലമെൻറ്റും ഇത് വെറുതെ ഇരിക്കുകയല്ലോ, വെറുതെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമല്ല. അതിനുവേണ്ടി നിയമനിർമ്മാണം നടത്തണമെങ്കിൽ നിയമനിർമ്മാണം നടത്തും. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ആണെങ്കിൽ മാത്രമാണ് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എഴുന്നള്ളിപ്പുകളും എല്ലാം ഇവിടെ അവസാനിക്കുള്ളൂ. ഒറ്റ സുപ്രഭാതത്തിൽ അവസാനിക്കുന്നുള്ള പോലെയാണല്ലോ ഇവിടെ പറയുന്നത്. അത് തെറ്റായൊരു കീഴ്വഴക്കമാണ്. ഇത്രയും 1443 വർഷമായി തൃശ്ശൂരിലെ നമ്മുടെ ആറാട്ടുപുഴ പൂരം 1443 വർഷമാണ്. 226 വർഷമാണ് തൃശ്ശൂർ പൂരം. അത്രയും പാരമ്പര്യമുള്ള പൂരങ്ങളും എഴുന്നള്ളിപ്പുകളും ഉത്സവങ്ങളും എല്ലാം ഇവിടെ നടക്കുകയാണ്. ഒറ്റ സുപ്രഭാതത്തിൽ വന്ന് ഇത് പ്രദർശന വസ്തുവല്ല എന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇത് പ്രദർശനമല്ല, ഇതൊരു ദൈവിക ചടങ്ങാണ്. ഇതിനെ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അത് കോടതി ആ നിലയ്ക്ക് കണ്ടിട്ടില്ല. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ ഏഞ്ചൽ നായർ, അങ്ങനെ ഇതൊരു പ്രദർശന വസ്തുവല്ല അല്ലെങ്കിൽ ആ രീതിയിലേക്കാണ് അവർ വ്യാഖ്യാനിക്കുന്നത്. അത് കോടതി എന്തായാലും കണ്ടിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മറ്റൊന്ന്, നിയമനിർമ്മാണം എന്ന പ്രതീക്ഷയിലേക്കാണ് അവർ പോകുന്നത്. പല പൂരങ്ങളുണ്ട് നാട്ടില്, ആചാരപരമായ എഴുന്നള്ളത്തുകളുണ്ട്. അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചോളം വലിയ ആശങ്കയുണ്ട്. ആചാരപരമായി ഒരുപാട് മേഖല അനുബന്ധമായി ഇങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ആചാരങ്ങളാൽ ഒക്കെ തന്നെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ചില സംസ്കാരത്തിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള വ്യവസ്ഥിതികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ പ്രതീക്ഷയോട് പോവുകയാണ്. സർക്കാർ പറഞ്ഞ ഉറപ്പ് അല്ലെങ്കിൽ മന്ത്രിമാരോ ആരെങ്കിലുമൊക്കെ നൽകിയ ഉറപ്പുകൾ. അപ്പോൾ അങ്ങനെ ഒന്ന് സാധ്യമാണോ? അവരിനി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? പൂരം വെറും ചടങ്ങായി മാറുമോ? പരാതിക്കാരൻ എന്ന നിലയിൽ താങ്കൾ എന്താണ് പറയുന്നത്? പൂരം വെറും ചടങ്ങല്ല. എല്ലാ ഉത്സവങ്ങളായിട്ട് തന്നെ നിൽക്കും. എല്ലാ അമ്പലങ്ങളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്, എല്ലാ കാവുകളിലും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒന്നും എല്ലായിടത്തൊന്നും ആനയൊന്നുമില്ല. ചില അമ്പലങ്ങളിൽ കാശുള്ളവരാണ് ഈ ആനയെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കാശില്ലാത്തവര് അതിൻ്റെതായ രീതിയിൽ ഇപ്പൊ ഇന്നാള് ഓട്ടോറിക്ഷയാണ് ഒരു ആനയുടെ രൂപത്തിൽ നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നല്ല രസമുണ്ടായിരുന്നു. ഇപ്പൊ റോബോട്ടിക് ആനകളൊക്കെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതേമാതിരി തേരെഴുന്നള്ളിക്കൽ പല സ്ഥലങ്ങളിലും. പിന്നെ ഈ ഹിന്ദു ആചാരപ്രകാരം ഈ പറയുന്ന ഈ ആചാരങ്ങൾ, ഈ ആനയെ വച്ചിട്ടുള്ള കളികളൊന്നും ഈ നേപ്പാളിലില്ല, നോർത്ത് ഇന്ത്യയിലില്ല, മലേഷ്യയിലില്ല, തായ്ലൻഡിലില്ല. ഇതേമാതിരിയുള്ള കൈക്കൂത്തുകൾ, അതായത് ഇവിടുത്തെ സാഡിസത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ സൗദി അറേബ്യയിലുണ്ടോ? അവിടെ നേർച്ചയ്ക്ക് ആന എഴുന്നള്ളിക്കുന്നുണ്ടോ? റോമിൽ ആന എഴുന്നള്ളിക്കുന്നുണ്ടോ? ഇവിടെ മാത്രം എന്താ? ഇവിടെ ഈ സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ ആവശ്യമാണ് ഈ ആന എന്നുള്ളത്. അല്ലാതെ ഹിന്ദു ആചാരങ്ങൾക്ക് ആനയെ വേണ്ട എന്ന് ജസ്റ്റിസ് ഗോപിനാഥ് പലവട്ടം കോടതിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് തിമിംഗലത്തെ കിട്ടിയിരുന്നെങ്കിൽ അതിനെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആനയോട്ടം എല്ലാ വർഷവും ഈ ആനകൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അപ്പൊ അതും ഇനി ഒരു ചടങ്ങായി മാറുമോ എന്നുള്ള കാര്യം കൂടി ചില ഉത്കണ്ഠകളൊക്കെ കോടതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോടതി ജസ്റ്റിസ് പി ഗോപിനാഥ് വളരെ കർക്കശമായി തന്നെയാണ് ഈ കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. അത് ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ടുമുണ്ട്. പൂർണ്ണമായിട്ടും തന്നെ ഈ കോടതി
മാനിക്കുക തന്നെ വേണം. നിങ്ങൾ അതിനെ ഓവർകം ചെയ്യും. നിങ്ങളുടെ ആചാര സംരക്ഷണമൊന്നുമല്ല ഇത്, കച്ചവട സംരക്ഷണം മാത്രമേ ഉള്ളൂ. ഈ ആചാര സംരക്ഷണം, ഹിന്ദു ആചാര സംരക്ഷണം എന്നൊന്നും പറഞ്ഞുകൊണ്ട് ആ ഹിന്ദുക്കളെ വികാരം കൊള്ളിപ്പിക്കാമെന്നോ അവരെ പുറത്തിറക്കാമെന്നൊന്നും ഇതൊന്നും നിങ്ങൾ ആരും കരുതണ്ട. ഈ ജസ്റ്റിസ് പി ഗോപിനാഥ്, ജയശങ്കരൻ നമ്പ്യാർ, ഇത് അമിക്കസ് കുറി സുരേഷ് മേനോൻ, ഈ പറയുന്ന പരാതിക്കാരൻ ഞാൻ ഏഞ്ചൽസ് നായർ, ഞങ്ങളൊക്കെ ഹിന്ദുക്കളൊക്കെ തന്നെയാണ്. ഞങ്ങളൊക്കെ തന്നെയാണ് ഓരോ ദുഷിച്ച ആചാരങ്ങളും ഇല്ലാതാക്കേണ്ടത്. അത് ആ മതത്തിൽപ്പെട്ടവരുടെ കടമയാണ്. എന്താണ് നിലപാട്? ദേവസ്വം ബോർഡിന് എന്താ ചെയ്യാൻ കഴിയും? കാരണം തിരുവമ്പാടിയൊക്കെ അറിയാമല്ലോ, ഇനി നമ്മുടെ തൃശ്ശൂർ പൂരം വരാൻ പോകുന്നു. പല വേലകളും നേരത്തെ പാരമ്പര്യമായിട്ടൊക്കെ നടന്നു പോകുന്ന ആചാരക്രമങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ഭാവി എന്തായിരിക്കും? നമ്മളിങ്ങനെ ഇട്ടിട്ട് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അതിൻ്റെ ഭാവി ഈ വർഷം എങ്ങനെ കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വേണം. ദേവസ്വങ്ങളുടെ പ്രതികരണം പ്രധാനമാണ്. ഗിരീഷ് കുമാർ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ സെക്രട്ടറി ചേരുന്നുണ്ട്. ശ്രീ ഗിരീഷ് കുമാർ, ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവാണ്. അവിടെ സ്റ്റേറ്റിന് എത്രത്തോളം പരിമിതികളുണ്ട്, റോളുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിനി സർക്കാരിനെ സമീപിക്കാൻ പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്? മാത്രമല്ല, ഇനിയിപ്പോൾ ഈ വർഷം ഞാൻ പറഞ്ഞതുപോലെ 5-6 മാസം മാത്രമേ ഉള്ളൂ ഉത്സവങ്ങൾ തീരാൻ. അതിനിടയ്ക്ക് നമ്മൾ ആശങ്കയെ രേഖപ്പെടുത്തിയ മാതൃഭൂമി ന്യൂസ് എഴുതി കാണിക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഉത്സവങ്ങൾ അതൊക്കെ നടക്കും നന്നായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? പൂരമടക്കം ഇത് നമ്മുടെ കുറച്ച് ദിവസമായി ഈ എഴുന്നള്ളിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ, ഈ കോടതി വിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ എല്ലാം നമ്മുടെ ക്ഷേത്രങ്ങളും അതാത് പ്രദേശങ്ങളിലും അതാത് ദേശത്തെ ആൾക്കാരും ഇതിനെക്കുറിച്ച് ചർച്ചകളും അതാത് പ്രദേശത്തെ പൊതുപ്രവർത്തകരുമായിട്ട് ഈ ചർച്ചകൾ വളരെയധികം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇന്നലെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ ഒരു വലിയൊരു മീറ്റിംഗ്, തൃശ്ശൂർ പൗരാവലിയുടെ ഒരു മീറ്റിംഗ് കൂടി. അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നത്, അതിൽ എടുത്ത തീരുമാനം എന്താണെങ്കിൽ, ആദ്യം നമ്മൾ ഗവൺമെൻറ്റിനെ, മുഖ്യമന്ത്രിയെ ഈ വിവരം ധരിപ്പിക്കണം. മുഖ്യമന്ത്രിയും മന്ത്രിസഭയും എന്താണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾ നേരിട്ട് കണ്ട് സംസാരിക്കണം. അതിനു പുറമെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലും നമ്മൾ ഇതുമായി ബന്ധപ്പെടണമെന്നാണ് എല്ലാ പൊതുപ്രവർത്തകരും, എല്ലാ പൂരപ്രേമികളും എല്ലാവരും ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനപ്രകാരം ഞങ്ങൾ മുന്നോട്ട് പോകും. നമ്മുടെ പൈതൃകത്തെ ഇല്ലാതെ ഒരു പ്രദർശന വസ്തുവല്ല ആന എന്ന് നമ്മളതിനെ ഊന്നി പറയുന്നുണ്ട്. പക്ഷേ മറ്റെവിടെയോ ഉപയോഗിച്ച വാക്ക് അത് പ്രദർശന ആയിട്ടാണ് ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. നമ്മുടെ ആചാരപ്രകാരം നമ്മളിവിടെ ഗണപതിയുടെയും അതേപോലെ തന്നെ ആനയെ അത്രയും ദൈവീകമായി കാണുന്ന ഒരു ജീവിയാണ്. അതിന് അതിൻ്റേതായ അർത്ഥത്തിലും വ്യാപ്തിയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ശരി, ശ്രീ ഗിരീഷ് കുമാർ, എന്തായാലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ഉത്സവങ്ങളും ഒക്കെ തന്നെ ആ തലത്തിൽ ഉണ്ടാകണമെന്നാണ് ഏവരും ആഗ്രഹിക്കുന്നതും. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത ഗിരീഷ് കുമാറും ഒപ്പം ഏഞ്ചൽ നായരും. നന്ദി.